കാലിച്ചേട്ടാ, എന്റെ കയ്യിൽ നല്ല ഫ്രഷ് ചുരക്കകളുണ്ട്, നിങ്ങൾ എടുക്കുമോ? ശരി, എല്ലാത്തിനും കൂടി ഞാൻ 5 രൂപ തരാം. എന്താ ഇത്? ഞാൻ ഇപ്പോഴല്ലേ തോട്ടത്തിൽ നിന്ന് പറിച്ചു കൊണ്ടുവന്നത്. ഇത്ര കുറഞ്ഞ വിലയ്ക്ക് ഞാൻ എങ്ങനെ കൊടുക്കും? ഇഷ്ടമുണ്ടെങ്കിൽ തന്നിട്ട് പോ, ഇല്ലെങ്കിൽ സ്ഥലം വിട്ട്. പച്ചപ്പും മരങ്ങളും നിറഞ്ഞ മനോഹരമായൊരു ഗ്രാമമുണ്ടായിരുന്നു. അവിടെ ശംഭു, ഭോളി എന്നീ ദമ്പതികൾ താമസിച്ചിരുന്നു. ശംഭു കഠിനാധ്വാനിയായൊരു സാധാരണ കർഷകനായിരുന്നു. ഭോളി എപ്പോഴും അദ്ദേഹത്തിന് താണായി നിന്നു. ആ വർഷം കാലവർഷം കടുപ്പമേറിയതായിരുന്നു. മഴ നിർത്താതെ പെയ്തുകൊണ്ടിരുന്നു. ദിവസങ്ങളോളം നീണ്ടുനിന്ന മഴ കാരണം പണികളെല്ലാം തടസ്സപ്പെട്ടു. വീട്ടിലെ ഭക്ഷണ സാധനങ്ങളും തീർന്നു തുടങ്ങി. ശംഭു സങ്കടത്തോടെ ഭോളിയോട് ഇങ്ങനെ പറഞ്ഞു: ബോളി, ഈ മഴ ഇനി എത്ര ദിവസം നീണ്ടു നിൽക്കുമെന്നറിയില്ല. പണിയില്ല, വരുമാനമില്ല, വീട്ടിൽ കഴിക്കാൻ പോലും ഒന്നുമില്ല. ഇങ്ങനെ പോയാൽ എങ്ങനെ ജീവിക്കുമെന്ന് എനിക്ക് പേടിയാകുന്നു. നിങ്ങൾ എന്തിനാണ് ഇത്രയധികം ആകുലപ്പെടുന്നത്? നമ്മുടെ പറമ്പിലെ ചുരക്കകൾ കണ്ടില്ലേ? മഴയത്ത് അവ നന്നായി വളർന്നിട്ടുണ്ട്. അവ മാർക്കറ്റിൽ വിറ്റാൽ കുറച്ച് പണം കിട്ടും. അയ്യോ, ശരിയാണല്ലോ ബോളി. ഇത്ര നല്ലൊരു ബുദ്ധി എനിക്കെന്തേ തോന്നാഞ്ഞത്? ഞാൻ നാളെ തന്നെ മാർക്കറ്റിൽ പോകാം. പിറ്റേന്ന് രാവിലെ ശംഭു തന്റെ തോട്ടത്തിൽ നിന്ന് ഫ്രഷായ ചുരക്കകൾ പറിച്ച് മാർക്കറ്റിലേക്ക് കൊണ്ടുപോയി. അവിടെ കാലു ഷെട്ടി എന്നൊരു വ്യാപാരിയുണ്ടായിരുന്നു. അയാൾക്ക് വലിയൊരു കടയുണ്ടായിരുന്നു. എങ്കിലും കൂടുതൽ ലാഭത്തിനായി പഴയ പച്ചക്കറികൾ പുതിയതാണെന്ന് പറഞ്ഞ് അയാൾ വിൽക്കുമായിരുന്നു. അപ്പോഴാണ് സുനിത അവിടെ വന്നത്. കാല് ഷെട്ടി, ഇന്നലെ നിങ്ങൾ തന്ന തക്കാളി മുഴുവൻ ചീഞ്ഞതായിരുന്നു. അതെല്ലാം എനിക്ക് കളയേണ്ടി വന്നു. എന്റെ പണം തിരികെ തരൂ. ഒരിക്കൽ വിറ്റ സാധനം ഞാൻ തിരിച്ചെടുക്കില്ല. വേണമെങ്കിൽ വാങ്ങിക്കോ, ഇല്ലെങ്കിൽ ഇവിടുന്ന് പോയിക്കോ. മറ്റൊന്നും ചെയ്യാനില്ലാതെ സുനിത നിരാശയോടെ അവിടെ നിന്ന് മടങ്ങി. അത് കണ്ട ശംഭു തന്റെ ചുരക്കകൾ കാലുവിന് തന്നെ വിൽക്കാമെന്ന് കരുതി. കാലിച്ചേട്ടാ, എന്റെ കയ്യിൽ നല്ല ഫ്രഷ് ചുരക്കകളുണ്ട്, നിങ്ങൾ എടുക്കുമോ? ശരി, എല്ലാത്തിനും കൂടി ഞാൻ 5 രൂപ തരാം. എന്താ ഇത്? ഞാൻ ഇപ്പോഴല്ലേ തോട്ടത്തിൽ നിന്ന് പറിച്ചു കൊണ്ടുവന്നത്. ഇത്ര കുറഞ്ഞ വിലയ്ക്ക് ഞാൻ എങ്ങനെ കൊടുക്കും? ഇഷ്ടമുണ്ടെങ്കിൽ തന്നിട്ട് പോ, ഇല്ലെങ്കിൽ സ്ഥലം വിട്ട്. ശംഭു വീട്ടിലെത്തി നടന്ന കാര്യങ്ങളെല്ലാം ഭോളിയോട് പറഞ്ഞു. നമ്മുടെ അധ്വാനത്തിന്റെ വില നമുക്കല്ലേ അറിയൂ. അയാൾക്ക് കൊടുക്കണ്ട, നിങ്ങൾ തന്നെ നേരിട്ട് വിൽക്കൂ. നല്ല സാധനമാണെങ്കിൽ ജനങ്ങൾ തീർച്ചയായും തിരിച്ചറിയും. ശരി ബോളി, നാളെ മുതൽ ഞാൻ തന്നെ വിൽക്കാം. പിറ്റേന്ന് ശംഭു മാർക്കറ്റിൽ ഒരു ചെറിയ ബെഞ്ചിട്ട് തന്റെ ചുരക്കകൾ ഭംഗിയായി നിരത്തിവെച്ചു. നല്ല ഫ്രഷ് ചുരക്കകൾ, തോട്ടത്തിൽ നിന്നിപ്പോൾ പറിച്ചെടുത്ത ചുരക്കകൾ. വരൂ, നോക്കി വാങ്ങിക്കോളൂ. അബ്ബാ, എന്ത് ഫ്രഷാണിത് കാണാൻ. വിലയും ന്യായമാണ്. ഇനി മുതൽ ഞാൻ ഇവിടുന്ന് മാത്രമേ സാധനങ്ങൾ വാങ്ങൂ. കാണി ശംഭുവിന്റെ കടയ്ക്ക് മുന്നിൽ ആളുകളുടെ തിരക്കായി. ഉച്ചയോടെ എല്ലാ ചുരക്കകളും വിറ്റുപോയി. ശംഭുവിന്റെ കച്ചവടം ദിവസം തോറും വളരാൻ തുടങ്ങി. ഇത് കണ്ടപ്പോൾ കാലു ഷെട്ടിക്ക് അസൂയയായി. ഇങ്ങനെ പോയാൽ ആളുകൾ വരാതെ എന്റെ കടട പൂട്ടേണ്ടി വരും. ഉടനെ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. പിറ്റേന്ന് കാലു രംഗയെ വിളിച്ചു. രംഗാ, ഇങ്ങോട്ട് വന്നേ. പറയൂ മുതലാളി. ആ ശംഭുവിനെ ഒന്ന് പേടിപ്പിക്കണം. അവനെ എങ്ങനെയെങ്കിലും മാർക്കറ്റിൽ വരുന്നത് തടയണം. അന്ന് വൈകുന്നേരം ശംഭു വീട്ടിലേക്ക് പോകുമ്പോൾ രംഗ അവനെ വഴിയിൽ തടഞ്ഞു. നോക്ക് ശംഭു, നിന്റെ കച്ചവടം ഇവിടെ നന്നായി നടക്കുന്നുണ്ടല്ലേ? ഇതിവിടെ അവസാനിപ്പിച്ചോ? ഇനി ഈ മാർക്കറ്റ് പരിസരത്ത് നിന്നെ കണ്ടാൽ വിവരമറിയും. ജാഗ്രതായി എന്ന് പറഞ്ഞ് രംഗ ശംഭുവിന്റെ വണ്ടി തള്ളിയിട്ടു. ശംഭുവിന്റെ ചുരക്കകളെല്ലാം നിലത്ത് വീണ് ചിതറി. ഞാൻ ആരോടും ഒരു അന്യായവും ചെയ്തിട്ടില്ല. എന്നോട് എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? പേടിക്കണ്ട, നമ്മൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ആരെയും ചതിച്ചിട്ടില്ല. നീതി നമ്മുടെ പക്ഷത്താണ്. കുറച്ചു ദിവസങ്ങൾ മാർക്കറ്റിൽ ശംഭുവിനെ കാണാതായതോടെ ഗ്രാമവാസികൾ അന്വേഷിച്ചു തുടങ്ങി. ശംഭുവിനെ എന്താണിപ്പോൾ മാർക്കറ്റിൽ കാണാത്തത്? അവന്റെ പച്ചക്കറികൾ നല്ല നിലവാരമുള്ളതായിരുന്നു. അവനെന്തോ സംഭവിച്ചിട്ടുണ്ട്. നമുക്ക് ചെന്ന് നോക്കാം.
ഗ്രാമവാസികളെല്ലാം ശംഭുവിന്റെ വീട്ടിലെത്തി. ഭോളി നടന്ന കാര്യങ്ങളെല്ലാം അവരോട് പറഞ്ഞു. സത്യസന്ധമായി അധ്വാനിക്കുന്നവർക്കൊപ്പം നമ്മൾ നിൽക്കണം. അതെ, ഇനി നമുക്ക് ശംഭുവിന്റെ അടുത്ത് നിന്ന് തന്നെ പച്ചക്കറികൾ വാങ്ങാം. കുറച്ചു ദിവസങ്ങൾക്കുള്ളിൽ കാലുവിന്റെ കടയിൽ ആരും വരാതായി. തന്റെ തെറ്റെന്താണെന്ന് അയാൾക്ക് മനസ്സിലായി. കാലു ശംഭുവിന്റെ അടുത്ത് ചെന്നു. ശംഭു, എന്നോട് ക്ഷമിക്ക്. അത്യാഗ്രഹം കൊണ്ട് ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തു. പെറ്റ് മനസ്സിലാക്കി തിരുത്തുന്നത് വലിയ കാര്യമാണ്. ഞാൻ നിങ്ങളോട് ക്ഷമിച്ചിരിക്കുന്നു. ഇനി മുതൽ ഞാനും നല്ല പച്ചക്കറികൾ മാത്രമേ വിൽക്കൂ. അത് തന്നെയാണ് നല്ലത്. കച്ചവടമെന്നാൽ വെറും പണം മാത്രമല്ല, ജനങ്ങളുടെ വിശ്വാസം കൂടിയാണ്. അന്നു മുതൽ കാലു പൂർണ്ണമായും മാറിപ്പോയി. ശംഭുവും കാലുവും ചേർന്ന് പുതിയ പച്ചക്കറികൾ വിൽക്കാൻ തുടങ്ങി. ഗ്രാമവാസികൾ സന്തോഷിച്ചു. ശംഭുവിന്റെയും ഭോളിയുടെയും ജീവിതത്തിൽ സന്തോഷം നിറഞ്ഞു. സത്യസന്ധതയോടെ നേടുന്ന പേരും പണവുമാണ് എല്ലാറ്റിനേക്കാളും വലുതെന്ന് ആ ഗ്രാമത്തിലുള്ളവർക്ക് മനസ്സിലായി. സത്യസന്ധതയും കഠിനാധ്വാനവും എപ്പോഴും നല്ല ഫലങ്ങൾ നൽകും. അമിതമായ അത്യാഗ്രഹം നാശത്തിലേക്ക് വഴിതെളിക്കൂ.